ബിസിനസ്സിനെ പോലെ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല ബിസിനസ്സിന്. ഉണ്ടോ? വലിയ ഗ്ലാമർ ഒന്നുമില്ല. എൻ്റെ അടുത്ത് എൻ്റെ ഹോട്ടൽ തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു നീ ചെറിയ രീതി തുടങ്ങാം. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമല്ല, നാട്ടുകാർ കാണുമ്പം വൻ സംഭവമായിരിക്കണം. ഹലോ, അതിൻ്റെ ഫലം ഞാൻ കുറേ അനുഭവിച്ചു. ആലപ്പുഴ മുനിസിപ്പാലിറ്റി പോയി 2015 ആലപ്പുഴ മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്ത മൊത്തം കച്ചവടം നോക്കിയാൽ 1000 കച്ചവട സ്ഥാപനം ഉണ്ടെന്ന് വെച്ചു. അതിൽ 900 കച്ചവട സ്ഥാപനം ഇപ്പൊ പൂട്ടി. ആ കടകളിൽ വേറെ കച്ചവടമായിരിക്കും ഇപ്പം നടക്കുന്നത്. ഹലോ, അതായത് ഏത് ബിസിനസ് നോക്കിയാലും പരമാവധി 10% ആളുകളെ 10 വർഷത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യുന്നുള്ളൂ. സർവൈവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, വിജയിക്കുന്നു എന്നല്ല, പിടിച്ചു നിന്ന് പോകുന്നുള്ളൂ. ഇതിൽ പല സ്ഥാപനങ്ങളുടെയും, ഈ സിറ്റിക്കകത്ത പല സ്ഥാപനങ്ങളുടെയും P&L അടക്കം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അടക്കം എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു പേരെടുത്ത് പറയുന്നത് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത്. ഞാനിത് കുറെ അനുഭവിച്ചതാണ്. 2012-ലും 2013-ലും ഒക്കെ വെളുപ്പിന് 4 മണിക്ക് വഴിച്ചേരി മാർക്കറ്റിൽ പോയി മീൻ വരുന്നത് നോക്കി ആ മീൻ അവിടെ നിന്ന് വെട്ടി വാങ്ങിച്ച് ഇതുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്നേക്കാൾ വലിയ മുതലാളിയായിട്ട് എൻ്റെ ഷെഫ് നിൽപ്പുണ്ടാവും. എന്താ താമസിച്ചേ? മീൻ വെട്ടി കിട്ടാൻ താമസിച്ചു. ഹലോ, ഈ പണി ഞാൻ നടത്തിയിട്ടുണ്ട്. ചെയ്യാത്ത കച്ചവടങ്ങളില്ല, അനുഭവിക്കാത്ത പ്രതിസന്ധികളില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഭൂമി ഉരുണ്ടാകുന്ന തെളിയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. പല പണിയും ചെയ്ത് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ്സിന് കാണാൻ കുറച്ച് ഭംഗി കുറവാന്നേ ഉള്ളൂ. ചെറുക്കൻ എന്താ പണിയെന്ന് ചോദിച്ചാൽ ഒരു പ്രൈസ് ബോർഡ് വെട്ടിയോട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അവന്റെ തൊഴിൽ, ഇതിനകത്തുണ്ട് ബ്ലഡ് പ്യൂരിഫയറും, ഇതിനകത്തുണ്ട് ഹെർബൽ പേസ്റ്റും, ഇതിനകത്തുണ്ട് ഷാമ്പൂ പേസ്റ്റും, ഇതിനകത്ത് അവന്റെ ഫീച്ചർ. ഈ സാധനം വിറ്റിട്ടാ ഞങ്ങളൊക്കെ 2-3 കോടി രൂപ, 3-4 കോടി രൂപയൊക്കെ വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആണോ അല്ലേ? അപ്പൊ കാണാൻ കുറച്ച് ലുക്ക് കുറവാണ്, പക്ഷെ ഒന്നാം തരം കണക്ക് പുസ്തകം ഞങ്ങളുടെ ഉണ്ട്, ഒന്നാം തരം പ്രൂഫ് ഞങ്ങളുടെയിലുണ്ട്. വൈറ്റ് ബിസിനസ് ആണ് ചെയ്യുന്നത്. യാതൊരു തരത്തിലും ഒരു വർഷം എടുത്ത് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് 1 കോടി രൂപയ്ക്ക് പുറത്ത് എൻ്റെ വീട്ടിൽ നിന്ന് TDS-ഉം GST ആയിട്ട് സർക്കാരിൽ അടയുന്നുണ്ട്. 1 കോടി രൂപ ഒരു വർഷം ആവറേജ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ്സായി ആദ്യമായി കേൾക്കുന്നവരുടെ ശ്രദ്ധിക്കും. ചിലർ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ, പണ്ടത്തെ എൻ്റെയൊക്കെ ബുദ്ധിയുള്ളവർ ഇപ്പോഴും ഉണ്ടല്ലോ, ഇങ്ങനെ വിചാരിക്കും വലിയ പൈസയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മുടെ എന്തൊക്കെയോ വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇവന്മാർ. ഹലോ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ സത്യസന്ധമായി ഞാൻ തുറന്ന അഭിപ്രായം പറയാം. ആദ്യത്തെ 3-4 വർഷം എൻ്റെ മക്കളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മൈലേജ് സ്റ്റൈലിനെയാണ് നോക്കിയിട്ടുള്ളത്. അങ്ങനെ നിങ്ങളും ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്നേക്കാൾ വലിയ വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അയലത്തെ അമ്മയും അച്ഛനും കൂടെ 2 ദിവസത്തേക്ക് നോക്കാൻ പറഞ്ഞ് അവിടുത്തെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കുമല്ലോ നമ്മുടെ വീട്ടിൽ. അതിനെ നോക്കുന്ന ആത്മാർത്ഥത്തോടെങ്കിലും ഇതിനെ നോക്കിയാൽ 4-5 കൊല്ലം കഴിയുമ്പോൾ 2,10,000 ഇത് രണ്ടും തയ്യാറല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ഒരു പണി എടുക്കാണ്ടിരുന്ന 10 വയസ്സ് കിട്ടത്തില്ല. ഹലോ, കൃത്രിമമായി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒന്നും വാങ്ങിച്ചെടുക്കാൻ ഒരു പ്ലാനും നമുക്കില്ല. ആലപ്പുഴ ടൗണിൽ ഇഷ്ടംപോലെ ബേക്കറികൾ രാവിലെ 8:30-ക്കും 9 മണിക്കും ഷട്ടർ പൊക്കി രാത്രി 9 മണി വരെ തുറന്നിരിക്കാറുണ്ട്. എസ് ഓർ നോ?